The smallest number that must be multiplied to 1083 to make it perfect square is. അതായത് 1083 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി 1083 കൂടെ ഗുണിക്കേണ്ട അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താന്ന് വെച്ചാല് നിങ്ങൾ 1083 പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പൊ 1083 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അടുത്ത നമ്പർ എന്താണ്? 3. നോക്കുക, 3ഉം 8ഉം 11ഉം 1ഉം 12. 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1083 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാ നോക്കാം, 10ൽ 3 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം. 3 × 3 9, ബാലൻസ് 1 വന്നു. 1 8. 18ൽ 3 എത്ര പ്രാവശ്യമാണ്? 6 പ്രാവശ്യം. ഇനി ഇവിടെ 3 ഉണ്ട്. 3 × 1 ആണ് 3. ഇനി 361. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, 361 എന്ന് പറയുന്നത് 19ന്റെ സ്ക്വയർ അല്ലേ? അതായത് 19 × 19 അല്ലേ 361. അപ്പോൾ ഞാൻ 19 എന്ന് എഴുതുവാണ്. ഈ 19 ഒരു പ്രൈം നമ്പറുമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ഇനി 19 × 1 19. 1083നെ 3 × 19 × 19 എന്ന് എഴുതാം. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ ഇവിടെ 2 19 ഓൾറെഡി ഉണ്ട്. ഇവിടെ അതിന്റെ കൂടെ 2 3ഉം കൂടെ വേണമല്ലോ. അപ്പൊ ഇവിടെ ഒരു 3 മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ × 3 ഒരു 3യും കൂടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഏത് നമ്പർ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 3 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. 45. 45നെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി ഞാൻ 45ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏറ്റവും ചെറിയ നമ്പർ എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.